ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു ചിക്കൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതന്നെ ഞമ്മ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല പാങ്ങല വാശാക്കി. ഞാനും എൻ്റെ മോളും കൂടിയിട്ട് വാശാക്കി. പിന്നെ ഓളില്ലാതെ പിന്നെ ഒരു കളിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ചിക്കന് നേരെ കുറച്ച് ഉപ്പും മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് നേരം വെച്ച് കുറച്ച് ഉപ്പെല്ലാം പിടിച്ചോട്ട് നിറച്ചിട്ട് കുറച്ച് സിർക്ക ഒഴിച്ചിന്. സിർക്ക ഒഴിച്ചിട്ടാകുമ്പോൾ അതിന് കുറച്ച് ഉപ്പ് പെട്ടെന്ന് പിടിക്കും. അങ്ങനെ സിർക്ക ഒഴിച്ചിന്. അങ്ങനെ പിന്നെ ഈ ചിക്കൻ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിന് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഈ നമ്മൾ വെച്ച ചിക്കനില്ലേ മുളകെല്ലാം ഇട്ട അതെല്ലാം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഫ്രൈ ആക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഒരു മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ അത് ഫ്രൈ ആക്കണം. എന്നിട്ട് ഫ്രൈ ആക്കിയിട്ട് നല്ലൊരു കളർ വരുമ്പോൾക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ചെറുതായിട്ട് ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒന്നാകെ ഇട്ടിട്ട് ചോപ്പറിലൊന്ന് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതൊന്ന് ചിക്കൻ റോസ്റ്റിലേക്ക് നമ്മൾ ഈ ചിക്കന് നമ്മൾ ഫ്രൈ ആക്കിയിട്ടില്ലേ അതിലേക്ക് തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഈ തക്കാളിയും ഉള്ളി അതെല്ലാം ആ ചിക്കനിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചിക്കനിൽ നല്ലപോലെ ചെറിയ തീയിൽ വെക്കണം. നല്ലപോലെ ചിക്കനും പോവും. പിന്നെ ഈ തക്കാളിയും ഉള്ളിയും എല്ലാം ഈ ചിക്കൻ വെന്ത ഓയിലിൽ തന്നെ നല്ലപോലെ വെന്ത് നല്ല ഒരു കുഴഞ്ഞ രൂപത്തിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാവും. അങ്ങനെ ഒരു ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റാണിത്. പിന്നെ ആരും ട്രൈ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളതാണ്. പിന്നെ കുറേ നേരം ചെറിയ തീയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഈ ചിക്കൻ റോസ്റ്റിനായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായി. അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും നമ്മൾ എല്ലാവരും ഉച്ചക്ക് കഴിച്ചു. നല്ല അടിപൊളിയെന്ന് പിള്ളേരെല്ലാം പറഞ്ഞിന്. അങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു, ടാറ്റാ.